അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലേൺ വിത്ത് കബീർ യൂട്യൂബ് ചാനലിലെ അറബിക് സ്റ്റഡി സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ നിത്യജീവിതത്തിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഏതാനും ചില പ്രയോഗങ്ങൾ, ഫ്രൈസുകൾ ഇംഗ്ലീഷിലും അറബിക്കിലും നമ്മൾ ഒന്ന് പരിചയപ്പെടുക. നേരെ വിഷയത്തിലേക്ക് കടക്കാം. ഞാൻ പിന്നെ ചെയ്തോളാം. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. ഞാൻ പിന്നെ ചെയ്തോളാം. ഞാൻ പിന്നെ ചെയ്തോളാം. ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ. അറബിയിൽ അതിൽ പറയുന്നത് പല രീതിയിൽ പറയാം. ലിറ്റററി അറബിയിൽ പറയുകയാണെങ്കിൽ അമൽഹു ഫിമ ബാദ് അല്ലെങ്കിൽ അഫ്അൽഹു ഫിമ ബാദ്. അതൊരു സ്പോക്കൺ അറബിയിലേക്ക് അല്ലെങ്കിൽ കൊളോക്കിയൽ അറബിയിലേക്ക് വരികയാണെങ്കിൽ ബിസവ്വിഹി ബാദീൻ, ബിസവ്വിഹി ബാദീൻ. കൊളോക്കിയൽ രീതിയിൽ സവ്വ യുസവ്വി എന്ന് പറയാറുണ്ട്, ചെയ്യുക എന്നുള്ളതിന്. അപ്പോൾ ബിസവ്വിഹി ബാദീൻ അല്ലെങ്കിൽ ബിസവ്വിഹി ലാഹിക്കൻ എന്നൊക്കെ പറയാം. ബാദീൻ എന്ന് പറഞ്ഞാൽ ബാദഹീൻ എന്നാണ് അർത്ഥം. അത് കൊളോക്കിയലായിട്ട് ബാദീൻ എന്നാണ് പറയാറ്. അപ്പോൾ ഐ വിൽ ഡു ഇറ്റ് ലേറ്റർ ബിസവിഹി ബാദീൻ, അമൽഹു ഫിമ ബാദ് അല്ലെങ്കിൽ അഫ്അൽഹു ഫിമ ബാദ് എന്നൊക്കെ പറയാം. രണ്ടാമത്തെ ഒരു പ്രയോഗം ഞാൻ പഠിക്കുകയാണ്. ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ നിലവിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പഠിക്കുകയാണ്. ഐ ആം ജസ്റ്റ് സ്റ്റഡിയിങ്. ഐ ആം ജസ്റ്റ് സ്റ്റഡിയിങ്. അവിടെ ജസ്റ്റ് എന്നൊരു വാക്ക് കൂട്ടി കൊടുക്കുന്നത് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ അതാ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു അർത്ഥത്തിലാണ്. അപ്പോൾ ഐ ആം ജസ്റ്റ് സ്റ്റഡിയിങ്. അതിന് നമ്മൾ അറബിയിൽ പറയുക അദ്രുസ് ദഹീൻ. ലിറ്റററി അറബി ആണെങ്കിൽ അദ്രുസ് ഫി ഹദൽ വഖ്ത്, അദ്രുസ് ഫി ഹദൽ വഖ്ത്. അതൊരു കൊളോക്കിയൽ രീതിയിലേക്ക് വരികയാണെങ്കിൽ അനദാരിസ് ദഹീൻ. ദഹീൻ എന്ന് പറഞ്ഞാൽ ഹാദൽ വഖ്ത് എന്നാണ്. കുറച്ചും കൂടി കൊളോക്കിയലായിട്ട് ഒരു ഈജിപ്ഷ്യൻ സ്ലാങ്ങിലൊക്കെ പറയുകയാണെങ്കിൽ ദിൽവത്തി എന്ന് പറയും. അറബികളുടെ സംസാരത്തിലൊക്കെ സാധാരണ കേൾക്കാറുള്ളതാണ് ദിൽവത്തി. ദിൽവത്തി എന്ന് പറഞ്ഞാൽ ഫി ഹാദൽ വക്ത് എന്നാണ്, അറ്റ് ദിസ് ടൈം. അപ്പോൾ അനദാരിസ് ദഹീൻ, അനദാരിസ് ദിൽവത്തി അല്ലെങ്കിൽ അദ്രുസ് ദിൽവത്തി, അദ്രുസ് ഫി ഹാദൽ വക്ത് അല്ലെങ്കിൽ അദ്രുസ് ദഹീൻ എന്നൊക്കെ പറയാം. ദഹീൻ എന്ന് പറഞ്ഞാൽ ഹാദൽ ഹീൻ എന്നാണ്. അതിന് കൊളോക്കിയൽ രീതിയിൽ ദഹീൻ എന്ന് പറയുകയാണെന്ന് മാത്രം. അപ്പോൾ ഈ ജസ്റ്റ് എന്ന് പറയുമ്പോൾ മറ്റൊരു പ്രയോഗമുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ടൊക്കെ ജസ്റ്റ് മാരീഡ് കപ്പിൾ എന്നൊക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ ജസ്റ്റ് മാരീഡ്, അല്ലെങ്കിൽ ഇപ്പോൾ വാഹനം ഡെലിവറി ചെയ്താണെങ്കിൽ ജസ്റ്റ് ഡെലിവേർഡ് എന്നൊക്കെ പറയാറുണ്ട്. അതിന് അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു ശൈലി, പിന്നെ കൊളോക്കിയലല്ല, അതിന് നല്ലൊരു മോഡേൺ ശൈലി ഉണ്ട്. ജസ്റ്റ് മാരീഡ് എന്നാണെങ്കിൽ ഹദീസുൽ അഹദ് ബി സവാജ്, അല്ലെങ്കിൽ ജസ്റ്റ് ഡെലിവേർഡ് ആണെങ്കിൽ ഹദീസുൽ അഹദ് ബി തൗസീൽ. കാറിൽ ഒക്കെ അങ്ങനെ എഴുതി വെക്കാറുണ്ട്. ജസ്റ്റ് ഡെലിവേർഡ് എന്ന് നമ്പർ ബോർഡുമ്മൽ പകരം എഴുതി വെക്കുന്ന അതേ ഇതിൽ അറബിയിൽ വരുന്നത് ജസ്റ്റ് ഡെലിവേർഡ് എന്ന് പറയുമ്പോൾ ഹദീസുൽ അഹദ് ബി തൗസീൽ. കുറച്ച് നീണ്ട വാക്കാണെങ്കിലും നല്ലൊരു ശൈലിയാണത്. ഹദീസുൽ അഹദ് ബി സവാജ് ജസ്റ്റ് മാരീഡ്, ഹദീസുൽ അഹദ് ബി തൗസീൽ ജസ്റ്റ് ഡെലിവേർഡ്. അങ്ങനെ ഹദീസുൽ അഹദ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ്, എന്നിട്ട് പിന്നെ എന്താണോ ആ ഒരു പ്രവർത്തനം എന്നുള്ളത് അതിനെ ബാഗ് കൂട്ടി പറഞ്ഞാൽ മതി. മറ്റൊന്ന് കൻ ഐ ടേക്ക് എ ഡേ ഓഫ്. കൻ ഐ ടേക്ക് എ ഡേ ഓഫ്, ഞാൻ ഇന്ന് ലീവ് എടുത്തോട്ടെ, ഞാനൊരു ലീവ് എടുത്തോട്ടെ. അതിന് അറബിയിൽ മുംകിൻ ആഖുദ് ഇജാസ, മുംകിൻ ആഖുദ് ഇജാസ. അത് എടുത്തോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഒരു മുംകിൻ എന്നുള്ളൊരു വാക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. മുംകിൻ ആഖുദ് ഇജാസ, ഞാൻ ലീവ് എടുത്തോട്ടെ. മുംകിൻ അക്തുബ്, ഞാൻ എഴുതിക്കോട്ടെ. മുംകിൻ അറൂഹ്, ഞാൻ പോയിക്കോട്ടെ. ഖേനൈ എന്ന് പറയുമ്പോൾ ആ ഒരു രീതിയിലാണ്. ഞാൻ പോയിക്കോട്ടെ, ഞാൻ വന്നോട്ടെ. മുംകിൻ അദ്ഖുൽ, ഞാൻ വന്നോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചെയ്തോട്ടെ അല്ലെങ്കിൽ അങ്ങനെ ഖേനൈ എന്നുള്ളൊരു രീതിയിലേക്ക് വരുമ്പോൾ മുംകിൻ എന്ന് ഉപയോഗിച്ചാൽ മതി. അതുപോലെ തന്നെ ഖേനൈ വരുമ്പോൾ ഖേനൈ ടേക്ക് എ ലിറ്റിൽ ബിറ്റ്, ഖേനൈ ടേക്ക് എ ലിറ്റിൽ ബിറ്റ്, ഞാൻ കുറച്ചെടുത്തോട്ടെ. എ ലിറ്റിൽ ബിറ്റ്, എ ലിറ്റിൽ ബിറ്റ് എന്ന് പറഞ്ഞാൽ ഖലീലൻ എന്ന ഒരു അറബി, ലിറ്റററി അറബിയിലെ ഖലീലൻ എന്ന് പറയും. അതൊരു കൊളോക്കിയൽ ശൈലിയിലേക്ക് വരുമ്പോൾ ഷൂയ. അപ്പോൾ കൻ ഐ ടേക്ക് എ ലിറ്റിൽ ബിറ്റ്, മുംകിൻ ആഖുദ് ഷൂയ. ഷൂയ എന്ന് പറഞ്ഞാൽ ഷൈഇ എന്നുള്ളൊരു വാക്കിന്ന് വന്നതാണ്. അപ്പോൾ മുംകിൻ ആഖുദ് ഷൂയ, ഈ ഷൈഇ എന്നുള്ളൊരു വാക്ക് ഒരു വെറും ഷീനായിട്ട് കൊളോക്കിയൽ അറബിയിൽ ഉപയോഗിക്കും. ഇപ്പോൾ മഹദ്, മാഹദ് അല്ലെങ്കിൽ മഹദ് എന്ന് പറഞ്ഞാൽ, മാഹദ് എന്ന് പറഞ്ഞാൽ ഒന്നും എടുത്തിട്ടില്ല എന്നാണ്. മാഹദ ഷൈഉൻ, മാ ഉഖ്ദ ഷൈഉൻ അല്ലെങ്കിൽ മാഹദ ഷൈഅൻ, അതിനാണ് മഹദ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ
മഹദ് ആരുമില്ല, ഒരു വസ്തുവില്ല, ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ ഒരു ഷെയ് എന്നുള്ളതിനെ ഒരു ഷീനാക്കി ഉപയോഗിക്കുന്നതാണ്. അതിൽ നിന്ന് വന്നതാണ് ഷോയ. ഷോയ. അപ്പോൾ ക്യാൻ ഐ ടേക്ക് എ ലിറ്റിൽ ബിറ്റ് എന്ന് പറയുമ്പോൾ മുംകിൻ ആഖുദ് ഷോയ, മുംകിൻ ആഖുദ് ഷോയ എന്ന് ഉപയോഗിക്കാൻ പറ്റും. മറ്റൊന്ന് ഐ വാണ്ടഡ് ഇറ്റ് റൈറ്റ് നൗ. ഐ വാണ്ടഡ് ഇറ്റ് റൈറ്റ് നൗ. എനിക്കത് ഇപ്പോൾ വേണം. ഐ വാണ്ടഡ് ഇറ്റ് റൈറ്റ് നൗ. എനിക്കത് ഇപ്പോൾ വേണം. അഹ്താജുഹു ദഹീൻ അല്ലെങ്കിൽ അഹ്താജുഹു ഹാലിയൻ. അത് ലിറ്റററി അറബിയാണ്. അഹ്താജുഹു ഹാലിയൻ ലിറ്റററി അറബിയാണ്. അതിൻ്റെ ഒരു കൊളോക്കിയൽ ശൈലിയിലേക്ക് വന്നു പോലെ അന ആയിസ് ദ ദഹീൻ. അന ആയിസ്, ആയിസ് അല്ലെങ്കിൽ ആവിസ് എന്നും പറയാറുണ്ട്. അന ആവിസ് ദ ദഹീൻ അല്ലെങ്കിൽ അന ഹാവിസ് ദ ദിൽവത്തി. അന ആയിസ് ദ ദിൽവത്തി. ദ എന്ന് പറഞ്ഞാൽ ഹാദ അല്ലെങ്കിൽ ഹാദി. ദി എന്ന് പറയുമ്പോൾ ഹാദിഹി, ദ എന്ന് പറയുമ്പോൾ ഹാദ എന്നൊക്കെ ഷോർട്ടായിട്ട് പറയാം. അപ്പോൾ അന ആയിസ് ദിൽവത്തി. എനിക്കത് ഇപ്പോൾ വേണം. എനിക്ക് ഇപ്പോൾ വേണം. അന ആയിസ് ദ ദിൽവത്തി. അന ആവിസ് ദ ദിൽവത്തി. എനിക്കത് ഇപ്പോൾ വേണം എന്ന് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഹീസ് എനിത്തിങ് റോങ്. ഈസ് എനിത്തിങ് റോങ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഈസ് എനിത്തിങ് റോങ്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഫിഷൈ മഷാക്കിൽ അല്ലെങ്കിൽ ഫിഷൈ മുഷ്കില. ഹൽ ഹുനാക അയ്യു മുഷ്കില എന്ന് ലിറ്റററി അറബി പറയാം. ഹൽ ഹുനാക അയ്യു മുഷ്കില ലിറ്റററി അറബിയിൽ. അത് കൊളോക്കിലാവുമ്പോൾ കുറച്ചും കൂടി ഷോർട്ടാക്കിയിട്ട് ഫിഷൈ മുഷ്കില, ഫിഷൈ മുഷ്കില, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറയാൻ സാധിക്കും. ഇങ്ങനെ നിത്യജീവിതത്തിൽ വരുന്ന സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന മലയാളം, അതുപോലെ തന്നെ അതിൻ്റെ ഇംഗ്ലീഷ്, അതിൻ്റെ അറബിക്ക്, അങ്ങനെ ഒരു കുറച്ച് കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് വരും എപ്പിസോഡുകളിൽ നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.